ഹലോ മക്കളെ, എല്ലാവരും ഇതാ +2 എക്സാം കഴിഞ്ഞ നിമിഷമാണിത് ഈ പറയുന്നത്. നമ്മുടെ എക്സാമിന്റെ റിസൾട്ടുകളെല്ലാം തന്നെ വരാൻ വേണ്ടി പോവുകയാണ്. ഈ നിമിഷമാണ് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ്. അത് യാതൊരു സംശയവും ഒരാൾക്ക് പോലും ഇല്ല. കാരണം ഇനി നമ്മൾ ഏത് കോഴ്സാണ് എടുക്കുന്നത്, ആ കാണുന്ന കോഴ്സാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ പ്രൊഫഷനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പോവുക. സോ ഒരുപാട് പേരുടെ ആഗ്രഹമായിരിക്കും മെർച്ചന്റ് നേവി എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലേക്ക് മാറുക, മെർച്ചന്റ് നേവിയിൽ നമുക്കൊരു എഞ്ചിനീയർ ആവുക, മെർച്ചന്റ് നേവിയിൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ സ്വപ്നമായിരിക്കും. ഈ കാണുന്ന വീഡിയോ എൻറ്റയർലി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് മെർച്ചന്റ് നേവിക്ക് വേണ്ടിയാണ്. ആദ്യമായിട്ട് നമുക്ക് പരിശോധിക്കാം എങ്ങനെയാണ് മെർച്ചന്റ് നേവിയിൽ പ്രവേശിക്കുക എന്ന്. 2 ഓപ്ഷൻസ് ആണ് നിങ്ങളുടെ മുമ്പിലേക്കുള്ളത്. ഒന്ന് +2 കഴിഞ്ഞ പാടെ, അതല്ലെങ്കിൽ ബിടെക് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷം ഒരു കൊല്ലത്തെ ഡിപ്ലോമ കോഴ്സ് ഉണ്ട്. ആ കാണുന്ന കോഴ്സ് ചെയ്തതിനു ശേഷം നമുക്ക് എന്താണ് മെർച്ചന്റ് നേവിയിൽ പ്രവേശിക്കാവുന്നതാണ്. എങ്ങനെയാണ് +2 കഴിഞ്ഞ വിദ്യാർത്ഥി മെർച്ചന്റ് നേവിയിൽ പ്രവേശിക്കാമെന്ന് വളരെ വ്യക്തമായിട്ട് പരിശോധിക്കാം. 2 കോഴ്സുകളാണ് പൊതുവെ നിങ്ങളുടെ മുമ്പിലേക്ക് ഉണ്ടാവുക. ഒന്ന് ബിടെക് ഇൻ മറൈൻ എഞ്ചിനീയറിംഗ്, രണ്ടാമത്തെ കോഴ്സ് പറയുന്നത് BSc നോട്ടിക്കൽ സയൻസ്. ഈ പറയുന്ന 2 കോഴ്സിലേക്കും പ്രവേശിക്കുന്നതിന് വേണ്ടി ഏതൊരു വിദ്യാർത്ഥിയും IMU ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്യുന്ന CET എക്സാമിനേഷൻ, കോമൺ എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന എക്സാമിനേഷൻ എല്ലാവരും എഴുതിയിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഏറ്റവും ഗംഭീരമായ യൂണിവേഴ്സിറ്റികളിൽ ഈ പറയുന്ന BSc നോട്ടിക്കൽ സയൻസും അതുപോലെ തന്നെ മറൈൻ എഞ്ചിനീയറിംഗും പഠിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എന്തൊക്കെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പരിശോധിക്കാം. ഒരു ആൺകുട്ടിയാണെങ്കിൽ 25 വയസ്സിന് താഴെ ആയിരിക്കണം. പെൺകുട്ടിയാണെങ്കിൽ 2 വയസ്സിനപ്പുറം 27 വയസ്സാണ് മാക്സിമം ഏജ് ആയിട്ട് പറയുന്നത്. സോ ഈ കാണുന്ന വയസ്സിന്റെ അടിയിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും IMU കണ്ടക്ട് ചെയ്യുന്ന CET എക്സാമിനേഷൻ എഴുതാവുന്നതാണ്. ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ +2 എല്ലാ വിദ്യാർത്ഥികളും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ചിരിക്കണം. PCM-ൽ 60% മാർക്കാണ് അവർ ചോദിക്കുന്നത്. അത് മാത്രമല്ല ഇംഗ്ലീഷിൽ 50% മാർക്കും ആവശ്യമുണ്ട്. ഈ കാണുന്ന ക്വാളിഫിക്കേഷൻസ് ഫുൾഫിൽ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും IMU കണ്ടക്ട് ചെയ്യുന്ന CET എക്സാമിനേഷൻ എഴുതാൻ സാധിക്കുന്നതാണ്. ഇത് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും മെർച്ചന്റ് നേവിയിൽ നമുക്ക് കണ്ണെത്രയ്ക്കും പ്രാധാന്യമുണ്ടെന്ന്. BSc നോട്ടിക്കൽ സയൻസിന് പോകുന്ന ഏതൊരു വിദ്യാർത്ഥിയുടെയും ഐസൈറ്റ് എന്ന് പറയുന്നത് ഒരു കണ്ണ് 6/6 ആയിരിക്കണം, രണ്ടാമത്തെ കണ്ണ് 6/9 ആയാലും പ്രശ്നമല്ല. സോ ഇത്തരത്തിൽ ഐസൈറ്റ് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ട ഒരു ആവശ്യം കൂടിയും ഇതിനകത്തുണ്ട്. ബിടെക് മെർച്ചന്റ് നേവിയിൽ പ്രവേശിക്കുമ്പോൾ ഐസൈറ്റിൽ കുറച്ച് മാറ്റമുണ്ട്. ഒരു കണ്ണ് നമുക്ക് 6/9ഉം രണ്ടാമത്തെ കണ്ണ് നമുക്ക് 6/18 വരെ പോകാവുന്നതാണ്. ഇതെല്ലാമാണ് ഒരു വിദ്യാർത്ഥിക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസും അതുപോലെ തന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇത് നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ എക്സാമിനേഷന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. എല്ലാവരും ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് CET എക്സാമിനേഷൻ എന്ന് പറയുന്ന ഒരു ഓൾ ഇന്ത്യ ലെവലിൽ കണ്ടക്ട് ചെയ്യുന്ന എക്സാമിനേഷൻ ആണ്. കണ്ടക്ട് ചെയ്യുന്ന ബോഡി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയാണ്. കേരളത്തിൽ നമുക്ക് മൊത്തമായിട്ട് 7 സെന്റേഴ്സ് ആണ് എക്സാമിനേഷൻ സെന്റേഴ്സ് ആയിട്ട് ഉണ്ടാവുക. ഒരു ഓൺലൈൻ പരീക്ഷയാണ് ഉണ്ടാവുക. സോ എല്ലാവരും ഈ കാണുന്ന സെന്റേഴ്സിൽ പോയിട്ട് വേണം എക്സാം എഴുതാനായിട്ട്. മൊത്തമായിട്ട് ഒരു 7 സെന്റേഴ്സ് മാത്രമാണ് കേരളത്തിൽ ഉണ്ടാവുക എന്ന് വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. എക്സാമിന്റെ പാറ്റേൺ പരിശോധിച്ചു കഴിഞ്ഞാൽ 200 MCQ ആണ് നമുക്ക് ഉണ്ടാവുക. അതും +2 സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആൻഡ് ഇംഗ്ലീഷുമായിരിക്കും സിലബസിനകത്ത് ഉണ്ടാവുന്നത്. ഈ ഒരു ജനറേഷനിൽ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വളരെ വ്യക്തമായിട്ട് അറിയാമായിരിക്കും ഏതൊരു നല്ല യൂണിവേഴ്സിറ്റി പഠിക്കുന്നത് നമുക്ക് എന്താണ് ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. എല്ലാ എൻട്രൻസ് എക്സാമിനേഷൻ നമുക്ക് എന്താണ് MCQs തന്നെ ആയിരിക്കും. ഈ പറയുന്ന MCQസിൽ നെഗറ്റീവ് മാർക്കിംഗ് സ്കീമും ഉണ്ട്. ഇവിടെ ഒരു ചോദ്യം നമുക്ക് തെറ്റിക്കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്ക് വരുന്നത് 0.25 ആണ്. പിന്നെ ഒരുപാട് ഒരു സംശയമാണ് നമുക്ക് എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഈ കാണുന്ന CET എക്സാമിനേഷൻ എഴുതണമോ? മക്കളെ ഒന്ന് ഓർത്തിരിക്കാം. മുൻ വർഷങ്ങളിൽ നമുക്ക് കുഞ്ഞാലിമരക്കാർ കേരളത്തിൽ തന്നെ ഏറ്റവും ഗംഭീരമായ കോളേജ് തന്നെയാണ് കുസാറ്റ്. കുസാറ്റിനകത്ത് ഒരു വിദ്യാർത്ഥിക്ക് മറൈൻ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടിയുള്ള അവസരം ലഭിക്കാവുന്നതാണ്. അതിനകത്ത് ഏതൊരു വിദ്യാർത്ഥിയും ഈ നിമിഷം മനസ്സിലാക്കി വെക്കണം, നിങ്ങൾ IMU CET എക്സാമിനേഷൻ എഴുതണം. കുസാറ്റ് കാറ്റ് അല്ല എഴുതേണ്ടത്, നിങ്ങൾ എഴുതേണ്ടത് IMUയുടെ CET എക്സാമിനേഷൻ ആണ്. ഈ കാണുന്ന എക്സാം എഴുതിയാൽ മാത്രമാണ് നമുക്ക് കുസാറ്റിനകത്ത് പ്രവേശിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. മുൻ വർഷങ്ങളിൽ നമുക്ക് കുസാറ്റിന്റെ കാറ്റ് എഴുതാൻ മതിയാമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് അത്തരത്തിലല്ല. നമുക്ക് IMU CET എക്സാമിനേഷൻ തന്നെ എഴുതണം. എന്നാൽ മാത്രമാണ് നമുക്ക് കുസാറ്റിനകത്ത് പഠിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എല്ലാവരും മനസ്സിലാക്കുക, നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും അതിഗംഭീരമായ ക്യാമ്പസിൽ പഠിക്കണം. അതിഗംഭീരമായ ക്യാമ്പസിൽ പഠിക്കുന്നതിന് വേണ്ടി നിങ്ങൾ IMUയുടെ CET എക്സാമിനേഷൻ എഴുതുക തന്നെ വേണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഗംഭീരമായ കോളേജിൽ മറൈൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ BSc നോട്ടിക്കൽ സയൻസ് പഠിച്ചിറങ്ങുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. സോ എല്ലാവരും നോട്ട് ചെയ്യുക. നമുക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് മെയ് 5-ാം തീയതിയാണ്. മെയ് 5-ാം തീയതി നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ആരും തന്നെ അവസാന ദിവസത്തേക്ക് മാറ്റിവെക്കരുത്. ഇപ്പോൾ തന്നെ അപേക്ഷ സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ എടുക്കണം. കാരണം അവസാന നിമിഷത്തേക്ക് മാറ്റിവെക്കുമ്പോൾ ഒരുപാട് അപ്ലിക്കൻസ് എഴുതുന്ന ഈ കാണുന്ന എക്സാമിനേഷനിൽ നമുക്ക് സൈറ്റ് എല്ലാം ഹാങ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് മെർച്ചന്റ് നേവി ആണെങ്കിൽ മക്കളെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ കാണുന്ന വീഡിയോ കാണുന്ന സമയം തന്നെ അപേക്ഷ സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കണം. ഇതോടൊപ്പം തന്നെ നമുക്ക് എക്സാം ഡേറ്റ് കൂടി പരിശോധിച്ചു പോകാം.
ജൂലൈ 8-ാം തീയതിയാണ് IMU കണ്ടക്ട് ചെയ്യുന്ന CET എക്സാം നടക്കുന്നത്. സോ ഒരുപാട് സമയം നമ്മുടെ കൈകളിലുണ്ട്. ഏകദേശം 2.5 മാസത്തോളമാണ് നമ്മുടെ കൈകളിൽ ഉള്ളത്. സോ ഈ കാണുന്ന 2.5 മാസം എല്ലാവരും അതിഗംഭീരമായിട്ട് യൂസ് ചെയ്യുക. +2 സിലബസിനകത്തുള്ള ഫിസിക്സും കെമിസ്ട്രിയും മാത്സും എല്ലാം അതിഗംഭീരമായിട്ട് പഠിക്കുക. എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, അങ്ങനെ വേണം നിങ്ങൾ എക്സാമിന് പഠിക്കുവാൻ വേണ്ടി. ആ കാണുന്ന എക്സാമിന് നിലവാരം മനസ്സിലാക്കി എക്സാമിന് വരുന്ന ചോദ്യം ഏതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി തന്നെ വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട്. കീം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ സുഖമായിട്ട് തന്നെ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും എല്ലാം തന്നെ ആ സമയം തന്നെ മനസ്സിലാക്കി ആ സമയം തന്നെ പഠിച്ചതിന് ശേഷമാണ് നമുക്കെന്ത് ജൂലൈ 8-ാം തീയതിയിലേക്ക് IMU കണ്ടക്ട് ചെയ്യുന്ന CET എക്സാമിനേഷൻ വരുന്നത്. സോ കീം എഴുതുമ്പോൾ അത് നമുക്ക് എക്കാലം ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. സോ മക്കളെ, നമുക്കിതിൻ്റെ മറ്റ് അപ്ഡേറ്റ്സും എങ്ങനെയെല്ലാം പഠിക്കണമെന്ന് പറഞ്ഞുള്ള വീഡിയോ ആയിട്ട് പിന്നീട് കൂട്ടാം. ടിൽ ബൈ ഓൾ, താങ്ക് യു ആൻഡ് സൈനിങ് ഓഫ് അപ്നാസ് AK ഫ്രം Xylem Learning.